ഓക്കെ. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ പടത്തിൻ്റെ റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ട പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണ്. തമിഴ് കാണണമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടിയില്ല. മലയാളമാണ് കണ്ടത് 6 മണിക്കുള്ള ഷോയ്ക്ക്. അപ്പം ഈ പടത്തെ പറ്റി പറയാനാണെങ്കിൽ ഈ പടം ഞാൻ വളരെ വളരെ മോശമോടെ എനിക്കതേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ ഗീതു മോഹൻദാസിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടായിരിക്കും ഒരു ലേഡി ഡയറക്ടർ എങ്ങനെ യാഷിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ ഈ പടം എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്തു കേട്ടോ. കാരണം ഈ പടത്തിനകത്ത് ഒന്നുമില്ല, കഥയായിട്ടും ഒന്നുമില്ല. മൊത്തം നിങ്ങൾ ഫാമിലിയായിട്ട് പോകരുത് ഈ പടത്തിന് കേട്ടോ. അതിനകത്ത് നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇൻ്റർവെൽ വരെ ഫുള്ള് എന്ന് വെച്ചാൽ ഒരു എന്ത് പറയുന്നത്, എന്തോ എനിക്ക് പറയാനില്ല. അപ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെ ഞാൻ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. വേറെ ഈ പടത്തെ പറ്റി പൊക്കി പറയാനായിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് ഒന്ന് പറയാമെന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് കൊള്ളാം. കാരണം നമുക്ക് അത്രയും രൂപയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ക്യാൻവാസ് ഉണ്ട്. അല്ലാതെ ഈ പടത്തിൽ പറയാൻ ഒന്നുമില്ല. കഥയെന്ന് പറഞ്ഞ സാധനം ഇല്ല, ചുമ്മാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഫാമിലിയായിട്ട് കാണാനും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം സർട്ടിഫിക്കറ്റ് പടം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉള്ള കാര്യം പറയണമല്ലോ. പിന്നെ ഈ പടത്തിൽ കഥയാണ് ഈ ആഷും ഗീതു മോഹൻദാസും ചേർന്നാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒന്നുമില്ല, പടത്തിൽ ഒന്നും പറയാനില്ല. ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു. ഞാൻ തിരുവനന്തപുരം അന്ന് രാവിലെ എഴുന്നേറ്റ് പോയാണ്. ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ പോയി കാണാം. അല്ലാത്തവരോട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ മലയാളം കണ്ടുകൊണ്ടാണെന്ന് അറിയത്തില്ല, തമിഴ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ മലയാളം തിയേറ്ററിൽ പോയിരുന്ന് ഫുള്ള് ചിരിക്കുമായിരുന്നു മലയാളത്തിൻ്റെ ഇത് കണ്ടിട്ട്. നിങ്ങളൊക്കെ അത് തന്നെ ആയിരിക്കും. പക്ഷേ പടത്തിൽ ഒന്നുമില്ലടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഭയങ്കര നിരാശയാണ് കേട്ടോ. ഞാൻ പക്ഷേ ബെത്ലഹേം യൂണിറ്റ് കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പടം ഭയങ്കര നിരാശയാണ്. ഓക്കെ, ഇനി യാഷിന് രാമായണത്തിൽ കാണാം. ഇത് 500 കോടിക്ക് എടുത്ത പടം, അതിനുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. പൈസയ്ക്ക് എടുത്ത എല്ലാം ഉണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ഓവറാൾ ഈ പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സീറോ എന്നേ പറയത്തുള്ളൂ. പടത്തിൽ ഒന്നുമില്ല പറയാനായിട്ട്, പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. എല്ലാ നായികമാർ വന്നു പോകുന്ന അങ്ങനെ അല്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ വേണം എടുത്ത് തിയേറ്ററിൽ പോയി മറ്റേ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ പോയി കാണുക. ഇനി അല്ലാത്തവരോട് എനിക്ക് എന്ത് പറയാം, നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കാണരുത്, അത്രയും പറയുന്നുള്ളൂ. ഓക്കെ.